ഇത് തകരാൻ മോഹൻലാൽ അത് അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ഞാൻ ഉത്തരം പറയാതെ അറിയാം അല്ലേ? ഉണ്ടോ? അപ്പം പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് ഇതിന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഞാൻ ഇന്ന് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ സംഭവവികാസങ്ങളെല്ലാം കാണുമ്പോൾ, മാധ്യമത്തിൽ വരുന്ന കാണുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പരിണിതപ്രച്ഛനായ സുധാരൻ സാറ് വരെയും വന്ന് അമ്മ തിരിച്ചുവിടേണ്ട സമയമായി എന്നൊക്കെ പറയാം. അത് വളരെ ദുഃഖമുണ്ട്. കാരണം ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചതും നമ്മുടെ ഒരു തെറ്റാണെന്ന് തന്നെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇത് നമ്മളൊരു 32 വർഷം തുടങ്ങിയപ്പോൾ അഭിനേതാക്കളുടെ അവകാശങ്ങൾക്കെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഞാൻ തുടക്കം മുതലേ ഒരു മെമ്പർ, ലൈഫ് മെമ്പറുമാണ് ഞാൻ വന്നത്. പിന്നീട് നമ്മൾ അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും അങ്ങനെ തന്നെയാണ് അത് മുമ്പിലേക്ക് പോയത്. പിന്നീട് ഇത് അമ്മയിലെ മെമ്പേഴ്സിന് വന്നിട്ടുള്ളതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അവരെ സഹായിക്കാനൊക്കെ ആയിട്ടുള്ള അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും കൂടിയാണ്. ഈ ലോകത്തൊരു സംഘടന അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ മാസവും അവർക്ക് കൈനീട്ടം എത്തുന്നു, ഞങ്ങളുടെ ആൾക്കാർക്ക് വന്നിട്ട് മരുന്ന് എത്തുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്, ഒരു പരിരക്ഷയും ഒരു കുടുംബമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ. പക്ഷെ അതുകൊണ്ട് നമ്മളെ പിരിച്ചുവിടണമെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ബഹളം കൂട്ടുക. കാരണം ഇതിനെ പ്രതീക്ഷ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഈ 500 ചില്ലാനും മെമ്പേഴ്സുണ്ട്. ഇതിലെല്ലാവർക്കും ജോലിയൊന്നുമില്ല. ഇതിൽ ആകെ ഒരു 50 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 70 പേർക്ക് മാത്രമേ ഇതിനകത്ത് എപ്പോഴും തൊഴിൽ. 3-4 വർഷമായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറച്ച് നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ അഭിനേതാക്കളാണ്, അതുകൊണ്ട് പൊതുവെ പറയുന്ന പോലെ ഞങ്ങൾ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ സംഘടന തന്നെ ഇല്ലാതാക്കണമെന്നൊന്നും ഒരിക്കലും അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് നിങ്ങളും പോകരുത്, അഭിപ്രായങ്ങളും വരരുത്. അത് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത് ഒരുപാട് പേരുടെ ജീവിതം ഇതിനകത്തുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമമുണ്ടായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത്, കാരണം ഇതൊരു അപേക്ഷയാണ്, ഈ സംഘടന നിലനിൽക്കണം. അത് ഞാൻ ഒരു കാര്യത്തിനകത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും. 500 ചില്ലാനും മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നറിയാം, ഈ സംഘടന നിലനിൽക്കണം. ഈ സംഘടന നിലനിൽക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാം ഒരേ സ്വരമാണ്. ബാക്കി പല കാര്യത്തിലും ഞങ്ങൾക്ക് വിഭിന്ന സ്വരമാണ്. അതും മലയാളിയാണ് സാർ, നമ്മൾ മലയാളികളാണ്, കേരളീയരാണ്. നമ്മൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കും, നമ്മുടെ വിയോജിപ്പുകൾ നമ്മൾ അറിയിക്കും. ചിലപ്പോൾ അത് ഇമോഷണലായെന്ന് വരും. ഞങ്ങൾ അഭിനേതാക്കളാണ്. അപ്പോൾ പലപ്പോഴും വന്ന് ഞങ്ങളുടെ ഇമോഷണൽ ചിലപ്പോൾ കൺട്രോൾ ഇല്ലാതെ സംസാരിച്ചെന്ന് വരും. ഞങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കറിയാം. കാരണം നിങ്ങൾ തരുന്ന, ഈ ജനം തരുന്ന സ്നേഹാദരവുമാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ തരുന്ന കയ്യടികളാണ് നമുക്ക് തരുന്ന ഊർജം. അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും മീഡിയയ്ക്കും ജനത്തിനുമുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരുത്തനാണ് ഞാൻ. കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ തരുന്ന സ്നേഹാദരങ്ങളാണ് ഞങ്ങളുടെ ജീവിതമാർഗം. നിങ്ങൾക്ക് വിമർശിക്കാം, ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഞങ്ങളില്ലാതാവണമെന്ന്, ഞങ്ങളുടെ സംഘടന ഇല്ലാതാവണമെന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം ഇതിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ നടക്കുന്ന ഈ സംഭവങ്ങളിൽ താങ്കളുടെ നിലപാടെന്താണ്? അല്ല, ഞാൻ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ 2 വർഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പോലെ. കാരണം അത് അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവർക്കും അഭിപ്രായങ്ങൾ കൂടുതലുള്ളവരാണ്. നിങ്ങൾക്ക് ചോദിക്കാണ്ട് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ ഈ സമയത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാവരും ഇമോഷണലായിട്ട് ചാർജായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇതിനൊരു സമയമുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോവും സാർ, ഈ വെള്ളം ഒഴുകിപ്പോവും. ഒരുപാട് വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ ഈ സംഘടന തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ ഞങ്ങൾ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ സംഘടനയുടെ നിലനിൽപ്പ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നോ അന്ന് ഞങ്ങളെല്ലാം ഒരു കെട്ടക്കെട്ടായിട്ട് തന്നെ. അല്ല, ഞങ്ങളാരും നിങ്ങളെ കുറ്റം പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേര് കുറ്റമല്ല അവിടെ. നമ്മുടേതായിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ.
നിൽക്കണമെന്നുള്ളത്. അല്ല, ഇത് നമ്മളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ, ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സാർ. അത് നമ്മളിൽ എല്ലാവരും ഇല്ലേ, എല്ലാ സംഘടനയിലും ഇല്ലേ? ഇത് എല്ലാ സംഘടനകളെയും ഈ ഒരു സംഘടന മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഘടന അല്ലല്ലോ. അത് ഉണ്ടാവും, അതൊരു മലയാളിയല്ലേ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സംഘടന നിലനിൽക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികരണം ഒഴിവാക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും തന്നെത്താനെ തന്നെ എല്ലാവരും സ്വയം മനസ്സിലാക്കും. ഞാൻ അവരോട് പറയാൻ ഇതിനേക്കാളും ഉപരി അവർ സ്വയം മനസ്സിലാക്കി ഇത് താനെ ഇല്ലാതാവും. അവർ തീർച്ചയായിട്ടും ഇടപെടേണ്ട സമയം ഇടപെടും. അവർ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് തോന്നണ്ട മോഹൻലാൽ മമ്മൂട്ടി എല്ലാം ഈ സംഘടന തകരാനായിട്ട് നിലനിൽക്കുന്നില്ല. ഈ സംഘടന നിലനിർത്താൻ തന്നെയാണ് അവർ നിൽക്കുന്നത്. അത് സമയോചിതമായ സമയത്തല്ലേ പറയുള്ളൂ. ഞാൻ നിങ്ങൾ ഹീറ്റായിരിക്കുന്ന സമയത്തല്ലല്ലോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നടക്കുമോ? ഇപ്പോൾ എന്ത് പറ്റി ശരിക്കും? പലരും അതിന് ഈ സമയത്ത് ശ്രമിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് ചിലപ്പോൾ വന്ന് അത് ബാക്ക് ഫയർ ചെയ്യും. കാരണം ഇമോഷണലായിട്ട് എല്ലാവരും വന്ന് ഭയങ്കര ബോയിൽഡാണ്. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് ഒരു മടിയുണ്ടായിട്ടില്ല. എന്ത് പറയണമെന്ന് തോന്നി അതൊക്കെ ഈ തരം ഗസ്റ്റിംഗ് അല്ല. ഞാൻ പറഞ്ഞുതരാം, ഇതിനേക്കാളും കൂടി ഇനി വേറെ എന്തെങ്കിലും പറയാനേ നീ ഒരു അല്ല ഭാവനാപരമായിട്ടുള്ള പല കാര്യങ്ങളും നിനക്ക് ചോദിക്കാം. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് ഭാവനാപരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. എൻ്റെ കാര്യം ഞാനാണ് പറയേണ്ടത്. അത് പറയാനുള്ള ത്രാണി എനിക്കുണ്ട്, ഞാൻ പറയുകയും ചെയ്യും. ഇത് ഞാൻ നിങ്ങൾ ഇന്ന് വിളിച്ചു കൂട്ടില്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഇത് അവരവർ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം അത് ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് മാത്രമാണോ? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇന്നും ഉറപ്പ് കരുതുന്നു വന്നിട്ട് ഈ പ്രശ്നങ്ങൾ താനേ ഇല്ലാതാവും. അല്ലാതെ ഇത് തമ്മിത്തല്ലി പിരിയില്ല. ഇതിൽ ശ്വേതാമേനോന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ശ്വേതാമേനെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ അന്ന് പോയില്ല എന്നുള്ളത് സത്യമാണ്. അന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പങ്കെടുത്തില്ല. ഞാൻ ആ സമയത്തിന് മുമ്പും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻ ഫെസ്റ്റിവലിന് പോയേക്കായിരുന്നു. ഞാൻ അവിടെ വന്ന് സിനിമ കാണുന്നതിൽ 6 സിനിമ കാണുന്നതിൽ വ്യാപൃതരായിരുന്നു. അതുകൊണ്ട് ഞാനിതിനെ മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ ഇടപെടരുതെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കട്ടെ, ഞാൻ അഭിപ്രായം പറയാം. ഞാൻ ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമല്ലേ, കോടതിയുടെ ഒരു തീരുമാനം മുമ്പിൽ നിൽക്കുകയല്ലേ, അത് ആ വഴി നിൽക്കട്ടെ. അതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അന്നേരം പറയാം. ഞാനിത് പഠിച്ചു വരട്ടെ. പ്രശ്നം തീരൂല, അത് തീരണമല്ലോ. പഠിച്ചു വരുമ്പോൾ തീരുവാണെങ്കിൽ അത് വളരെ സന്തോഷമല്ലേ. അതിനകത്ത് എന്തിനാ നിങ്ങൾ ദുഃഖം കാണുന്നത്? ഇത് തീരരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ ഉണ്ടാവട്ടെ. പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇത് കോടതി എന്താണ് തീരുമാനിച്ചത്? ഞാൻ കോടതിക്ക് മുമ്പിൽ ഞാനൊരു വലിയ ആളല്ലല്ലോ. കോടതിയെക്കാളും വലിയൊരാളാണോ ഞാൻ? അല്ലല്ലോ. കോടതി ഒരു തീരുമാനം എടുത്തതിനെതിരെ എനിക്ക് പറയാനുള്ള അവകാശമുണ്ടോ? എനിക്കില്ല. അങ്ങനെയല്ല. ഞാൻ ചോദിക്കണേ, കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണോ? ഇപ്പം ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഞാനൊരു കോടതിക്കെതിരായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കോടതിക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുന്നതിനകത്ത് വന്നാലും നിങ്ങൾ പറഞ്ഞു. ഇതിപ്പോ കുക്കു പാലിക്കുന്ന ഒരു മൗനം ഉണ്ടല്ലോ, അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ഇപ്പൊ കുക്കു പരമേശ്വരൻ വളരെ മാന്യമായിട്ട് ഇതിനെ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മൗനം പാലിച്ച് മുന്നോട്ട് പോകണല്ലോ, അവരൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ കൂടെയാണല്ലോ. അപ്പൊ അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ചേട്ടൻ അങ്ങനെയാണോ തോന്നുന്നത്? അല്ലേ, ഞാൻ എന്താ പറയാമോ, ഓരോരുത്തരും ഓരോ വ്യക്തിത്വം ഉള്ളവരാണ് അമ്മയിലും. കാരണം ഞങ്ങൾ അഭിനേതാക്കളാണ്. പലരുടെ ഇമോഷണൽ സെൻറ്റർ ചിലർക്ക് വന്നിട്ടുള്ളത് അത് സ്വയം അടക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാവാം, ബുദ്ധിപരമായിട്ട് നീങ്ങാനുള്ള ശക്തി ഉണ്ടാവാം, കഴിവുണ്ടാവാം. പലരും ഇമോഷണലായിട്ട് പെട്ടെന്ന് ചെന്ന് പ്രകടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ആരോപണം വന്നപ്പോൾ ശ്വേത ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അത് ഫേസ് ചെയ്യാനായിട്ട് ഉള്ളൊരു പറ്റുന്നില്ല. അത് ചിലപ്പോൾ പറ്റിയെന്ന് ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇമോഷണലായിട്ട് ഒരുപാട് ഒരു മുതിർന്ന താരം എന്ന നിലയിൽ ഒരു സമാധാനത്തിനുള്ള അപ്പീൽ താങ്കൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞാനൊരു മുതിർന്ന ഒരു സീനിയർ ആക്ടർ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ തുടക്കകാലത്തുണ്ട്. സിനിമയിൽ 80 തൊട്ട് ഞാൻ ഉള്ളവരാണ്. എനിക്ക് ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുത്തനാണ്. പക്ഷേ ഇതൊരു സമയമല്ല. എന്നേക്കാളും ഇതിൻ്റെ മുകളിൽ അധികാരങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്, മോഹൻലാലും മമ്മൂട്ടി. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ 2 പേരുള്ളത് ഞങ്ങളുടെ വലിയൊരു ആശ്വാസമായിട്ടാണ്. അവർ സമയോചിതമായ സമയത്ത് ഇതിനകത്ത് ഇടപെട്ട് ഇത് നിലനിർത്തുക എന്നുള്ളതിനകത്തേക്ക് എനിക്ക് ഒരു സംശയമില്ല. തീർച്ചയാണ് ഇതിനകത്ത് 100% ഞാൻ ഉറപ്പ് പറഞ്ഞു തരാം. ഇത് തകരാൻ മോഹൻലാൽ അത് അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ഞാൻ ഉത്തരം പറയാതെ അറിയാം. അല്ലേ? ഉണ്ടോ? അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് ഇതിന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.